സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ പ്രിയങ്കയുടെ ചതിയുടെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് രാധികയെ കാണിക്കുവാണ് കേട്ടോ. ഇത്രയൊക്കെ കണ്ടിട്ടും തനിക്കിപ്പോഴും തന്നെ അനിയത്തിയെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ? തന്നെ കൊല്ലാൻ പോലും മടിയില്ലാത്തവൾ അവൾക്ക് വേണ്ടി ഇനിയും തനിക്ക് എന്നോട് യാചിക്കാൻ തോന്നുന്നുണ്ടോ? താൻ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, അവൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കണം. എൻ്റെ പെണ്ണിനെയാണ് അവൾ കൊള്ളാൻ നോക്കിയത്, അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അന്നേരം രാധിക പറയണേ, വരുണ് എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അച്ഛനും അമ്മയാണ്. അവരുടെ സങ്കടം കാണാൻ എനിക്കും വയ്യ. പ്രിയങ്കയെ പുറത്തിറക്കാനുള്ള മാർഗ്ഗങ്ങൾ ഞാനും നോക്കും എന്നും പറഞ്ഞ രാധിക വരുണിനോട് പിണങ്ങി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിൽ നിരാഹാരം ഇരിക്കുന്ന ദേവനെയും യശോദേനെയാണ് കേട്ടോ. ഈ സമയം അതുവഴി പോകുന്ന SI അവരെ കണ്ടിട്ട് അവരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പറഞ്ഞേക്കാൻ ശ്രമിക്കുന്നുണ്ട്. SI പറയണേ, തിരുമേനി നിങ്ങളിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഞാനെന്താണെങ്കിലും പ്രിയങ്കയെ നിങ്ങളുടെ കൂടെ വിടാനൊന്നും പോകുന്നില്ല. അന്നേരം ദേവൻ പറയണേ, നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, എൻ്റെ മോളെ കൊണ്ടുപോകാതെ ഞാനിവിടെ നിന്ന് പോകില്ല. ഒരു കുറ്റവും ചെയ്യാത്ത നിരപരാധിയായ എൻ്റെ മോളെയാണ് നിങ്ങൾ കള്ള കേസിൽ കുടുക്കി ഇവിടെ ജയിലിൽ അടച്ചിട്ടിരിക്കുന്നത്. അന്നേരം SI പറയുക, തിരുമേനിയോട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മോള് ഒരു തെറ്റ് ചെയ്യാത്ത നിരപരാധിയല്ല. അവൾ തെറ്റ് ചെയ്തതിന് വ്യക്തമായ തെളിവുണ്ട്. എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ദേവൻ ചോദിക്കുക. അന്നേരം പോലീസ് അവരുടെ കയ്യിലുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് ദേവനെ കാണിച്ചു കൊടുക്കുവാണ്. പ്രിയങ്ക ആ രണ്ടുപേർക്കും പൈസ കൊടുക്കുന്ന ആ വീഡിയോ കണ്ട് ദേവനും കാര്യങ്ങളൊക്കെ മനസ്സിലാകുവാണ് കേട്ടോ. അതുകൊണ്ട് ദേവനും യശോദയും ആകെ തകർന്നു പോകുവാണ്. അങ്ങനെ അവർ തിരികെ പ്രിയങ്കയുടെ അരികിലെത്തുവാണ് കേട്ടോ. അങ്ങനെ അവരെ കാണുന്നത് പ്രിയങ്ക ചോദിക്കുക, എന്താ വെച്ചാൽ എന്നെ ഇവിടെ നിന്ന് വിട്ടേക്കാന്ന് പോലീസുകാർ പറഞ്ഞു. അച്ഛൻ വരണ്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ? എന്തു പറഞ്ഞു? നമുക്ക് ഉടനെ തന്നെ പോകാൻ പറ്റുമോ അച്ഛാ? അമ്മേ, അച്ഛാ എന്തോ ഒന്നും പറയാത്തത്? എന്നെ വിടാമെന്ന് പറഞ്ഞോ? CI സമ്മതിച്ചോ? അന്നേരം ദൈവം പറയണേ, CI സമ്മതിച്ചാലും നിന്നെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ അച്ഛൻ്റെ വാക്കുകളൊക്കെ കേട്ട് ഞെട്ടലോടുകൂടി നിൽക്കുവാണ് കേട്ടോ പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിലേക്ക് തിരിച്ചെത്തുന്ന രാധികനെയാണ്. അങ്ങനെ രാധിക വീടിനകത്തേക്ക് കയറാൻ തുടങ്ങുന്നതും മുത്തശ്ശി പുറത്തേക്ക് വരുവാണ് കേട്ടോ. എന്നിട്ട് രാധിക തടയുക. നിക്കടി, എങ്ങോട്ടടി നീ കയറി വരുന്നത്? എൻ്റെ മോളെ ജയിലിലാക്കിയിട്ട് അവൾ ഈ പടി കടക്കാൻ വന്നിരിക്കുന്നു. നിന്നെ വീടിൻ്റെ അകത്തേക്ക് കയറ്റില്ലടി ഞാൻ. മര്യാദക്ക് ഇറങ്ങിപ്പോടി. വീടിനകത്തേക്ക് കയറി പോകരുത്. ഇവിടെ നിന്നെ ആർക്കും കാണണ്ട. അന്നേരം രാധിക മുത്തശ്ശിയുടെ കൈ തട്ടി മാറ്റിയിട്ട് പറയണേ, എനിക്ക് അച്ഛനെ കണ്ടേ പറ്റൂ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം മുത്തശ്ശി രാധികയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് ഇറക്കുവാണ്. നിന്നോടല്ലേടി പറഞ്ഞത് കയറണ്ടെന്ന്. അങ്ങനെ ഈ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്